ആക്ച്വലി ഇത് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയിട്ടുണ്ട്. ഞാൻ ഇത്ര നാൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ എക്സ്ട്രോവേർട്ടാണ്. പക്ഷെ ഞാൻ ഇന്ന് ശരിക്കും റിയലൈസ് ചെയ്തു ഞാൻ ആംബിവേർട്ടാണ്. ഫോട്ടോസിനായിട്ടൊന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്താലോ, അതും സോളോ ആയിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. അപ്പം ഞാൻ ബീച്ച് സൈഡിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. പകൽ നമ്മൾ കാണുന്ന അതേ ഷോപ്സ് രാത്രി ലൈറ്റൊക്കെ ഇടുമ്പോൾ വേറൊരു വൈബാണ് കേട്ടോ. എല്ലാവരും തിരിച്ചു വരുമ്പോൾ ഞാൻ മാത്രമായിരുന്നു അങ്ങോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോയി ഒരു പാനിപ്പൂരി കഴിച്ചു. പിന്നെ ദേ ഈ അത്തറും കുപ്പിയിൽ നിന്ന് ഒരു അത്തറും മേടിച്ചു. രാത്രി ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് വൈബ് അടിച്ചിരിക്കാൻ പറ്റിയ ഒരു ഫുഡ് കോർട്ട് സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് എവിടെയും കയറാൻ ഒരു മൂഡുണ്ടായിരുന്നില്ല. പിന്നെയും കുറച്ചുകൂടെ ബീച്ചിൻ്റെ സൈഡിലേക്ക് നടന്നപ്പോഴാണ് അതായത് ഈ വക സാധനങ്ങളൊക്കെ എൻ്റെ കണ്ണിൽ പെട്ടത്. എൻ്റെ ഫേവറേറ്റ് 2 സാധനങ്ങളാണ് ചോളവും പാനിപ്പൂരി. അതുകൊണ്ട് തന്നെ ചോളം ഫസ്റ്റ് തന്നെ മേടിച്ച് കൈ പിടിച്ചു. പക്ഷെ ഒടുക്കത്തെ എരിവായിരുന്നു. സത്യം പറഞ്ഞാൽ രാത്രി ഇങ്ങനെ നമ്മളൊന്നും ആലോചിക്കാത്ത കാഴ്ചയൊക്കെ കണ്ട് നടക്കുമ്പം മനസ്സിനൊരു സമാധാനമൊക്കെ തോന്നുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് വേറൊരു വഴി കൂടെ തിരിച്ചു നടന്നു. അവിടെയാണ് ഗൈസ് എനിക്ക് പണി പാളിയത്. ചെറുതായിട്ടൊന്നും പാളിയിട്ടില്ല. ഞാൻ വന്നത് വേറെ വഴിയാണ്, പക്ഷെ ഞാൻ തിരിച്ച് പോകാൻ പോകുന്നത് വേറെ വഴിയാണ്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് കൺഫ്യൂഷനായി. ഞാൻ വന്നത് ഏത് വഴിയാണ്? എന്തായാലും ബോട്ട് ചെട്ടിയാണ് അടയാളം. അതിൻ്റെ അടുത്ത് പിന്നെ എനിക്ക് നടക്കാറിയാം. പിന്നെ ദേ രേഷ്മ എൻ്റെ കൂടെ ജോയിൻ ചെയ്തു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നും കൂടെ ഫോട്ടോ വെച്ച് എക്സ്പ്ലോർ ചെയ്തു. ഈ ഒരു വൈബ് സ്ഥലത്തോട്ട് പോയി. ഇവിടെ പാട്ടൊക്കെ വെച്ച് നല്ല രസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടിൽ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ഗൈസ്.